ചിലരൊക്കെ പറയുന്ന ചില ശൈലികൾ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാം ശരിയാകും അല്ലേ? ചിലരുടെ ഒരു ഭാഷാ ശൈലിയാണ് എല്ലാം ശരിയാകും. കുറേ നാളായി കേരളത്തിലും പറയുന്നു എല്ലാം ശരിയാകും, പറച്ചിലേ ഉള്ളൂ, എല്ലാം ശരിയാകും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് എല്ലാം ശരിയാകും. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങനെ എത്രയോ നാളായി പറയുന്നു അല്ലേ? അങ്ങനെ പോസിറ്റീവായി നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാം ശരിയാകും, ഡോണ്ട് വറി, എല്ലാം ശരിയാകും, ഓൾ ഈസ് വെൽ, എല്ലാം നന്മയ്ക്കാണ്. അങ്ങനെ വെറുതെ പോസിറ്റീവായിട്ട് പറയുന്ന ഒന്നല്ല വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ധ്യാന അവസരങ്ങളിലൊക്കെ ഒന്നാം ദിവസം ഞാൻ ദൈവജനത്തോട് ചോദിക്കുന്നൊരു കുഞ്ഞു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളോടും ചോദിക്കാൻ എനിക്കൊരു ആഗ്രഹം. ചോദിക്കട്ടെ, നിങ്ങൾക്ക് സുഖമാണോ? പറ, കേൾക്കട്ടെ. കുറേ ആത്മാക്കൾ ധ്യാനമൊക്കെ കൂടിയവർ നല്ല ഒച്ചത്തിലൊരു കാര്യം പറയുന്നു. വേറെ കുറേ ആത്മാക്കൾ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നു, നെടുവീർപ്പിടുന്നു, തല ഇങ്ങനെ ആട്ടുന്നു. മലയാളികൾ പൊതുവെ എന്ത് പറയും? കുഴപ്പമില്ല, തരക്കേടില്ല. എന്നാൽ ദൈവമകനും ദൈവമകളും കുഴപ്പമില്ല, തരക്കേടില്ല, തലയാട്ടൽ, നെടുവീർപ്പല്ല. മറിച്ച് എന്ത് പറയണം? ദൈവമേ നിന്റെ കൃപയാൽ. അതാണ് വിശ്വാസം. എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരാ, കൂടെ ഒരു കാര്യം കൂടെ ചേർക്കണം. ഏത്? ദൈവകൃപയാൽ എല്ലാം ശരിയാകും. അതാണ് വിശ്വാസം. മറ്റേതേതാ? വെറും പോസിറ്റീവ് തിങ്കിങ്. സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സുഖമായിരിക്കുന്നു, അങ്ങനെ പറയുന്നതല്ല. മറിച്ച് ദൈവകൃപയാൽ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിലനിൽക്കുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ എൻ്റെ കഴിവല്ല കർത്താവേ, എൻ്റെ കഴിവല്ല. മറിച്ച് ദൈവമേ അങ്ങ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്.